ബൽഹ സാമ്രാജ്യത്തിൻ്റെ മലച്ചെരിവിൽ അള്ളാഹുവിന് ഇബാദത്തെടുത്തുകൊണ്ട് വിറക് വെട്ടി ജീവിക്കുന്ന മഹാമനുഷ്യൻ, അതാണ് അദ്ദേഹം. ആ അദ്ദേഹം റളിയല്ലാഹു തആല അൻഹു തൻ്റെ പ്രിയപ്പെട്ടവളെ ഖബറിൽ നിന്നും എഴുന്നേൽപ്പിച്ച് ആ പണ്ഡിതൻ വിവാഹം ചെയ്തു കൊടുത്ത് സുഖസുന്ദരമായ ജീവിതം ചെറ്റക്കുടിലിൽ, കൊട്ടാരത്തിന് പകരം ചെറ്റക്കുടിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സഫിയത്തും അദ്ദേഹമും അങ്ങനെ അവരുടെ ആ മോഹം പൂവണിയുകയായിരുന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ആഗ്രഹം അതാ സഫലീകരിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു ദിവസം വിറക് വെട്ടി തിരിച്ചു വന്നപ്പോൾ, തൻ്റെ ചെറ്റക്കൂരയിലേക്ക് തിരിച്ചു വന്നപ്പോൾ തൻ്റെ സഹധർമ്മിണി ഒരു കാര്യം പറയുകയാണ്. തനിക്കൊരു കുട്ടിയുണ്ടായിരിക്കുന്നു, കുട്ടിയുടെ കരച്ചിലായിരുന്നു കേട്ടത്. അങ്ങനെ സുന്ദരനും സുമുഖനുമായ ഒരു ആൺകുട്ടിയാണ്. ആ ആൺകുട്ടിയെ അവർ താലോലിച്ച് വളർത്തിയെന്ന് മാത്രമല്ല, മോൻ 5 വയസ്സ് തികഞ്ഞപ്പോൾ സാധാരണ മാതാപിതാക്കൾക്കുണ്ടാകാറുള്ള ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെയും സഫിയത്തിൻ്റെയും മനസ്സിൽ ഉടലെടുക്കുകയാണ്. എന്തായിരുന്നു അത് എന്ന് കവി തന്നെ പറയട്ടെ. പ്രിയനെ മകനിക്ക് 5 വയസ്സായി, ഇനി നമ്മൾ ശ്രദ്ധിച്ചിടണം. റബ്ബിൻ്റെ വീതി കീഴിൽ കൂട്ടും തരം നല്ല മോനായി വളർത്തിയിടണം. അതാണ് സഫിയ അദ്ദേഹമിനോട് പറഞ്ഞത്. തൻ്റെ പ്രിയപ്പെട്ടവനോട് പറയുകയാണ്, ഈ കാട്ടിൽ ഇനി കുട്ടിയുമായി കഴിഞ്ഞാൽ, അഥവാ ഈ കുട്ടിയെ കാട്ടിൽ നിർത്തി മതം പഠിപ്പിക്കാതിരുന്നാൽ പ്രശ്നമാണ്. അതുകൊണ്ട് ഇനി നമുക്ക് കുട്ടിക്ക് 5 വയസ്സായ സ്ഥിതിക്ക് കുട്ടിക്ക് ഓത്ത് പഠിപ്പിക്കണം, ദീന് പഠിപ്പിക്കണം, അതിനൊരു മാർഗം നമ്മൾ കണ്ടെത്തണമെന്നായിരുന്നു സഫിയ തൻ്റെ പ്രിയപ്പെട്ട പ്രിയതമൻ അദ്ദേഹമിനോട് പറഞ്ഞത്. അതിനായി മതവിധി മോനെ പഠിപ്പിക്കാൻ ഒരു മാർഗം കനിന്തിടണം. വഴുകല്ലെ ബഹുനഷ്ടം കൂടും, ഉടൻ തന്നെ ആളെ നാം പിടിച്ചിടണം. അതിന് നാം ഒരു പോംവഴി കണ്ടേ മതിയാകും. എന്താണ്? അദ്ദേഹം ചിന്തിക്കുകയാണ്. ശരി തന്നെയാണ് സഫിയ പറഞ്ഞത്, തൻ്റെ പ്രിയപ്പെട്ടവൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ എന്താണ് അതിനൊരു പോംവഴി? അങ്ങനെ ചിന്തിച്ച് അവസാനം അദ്ദേഹം കണ്ടെത്തി. താൻ വിറക് വിൽക്കാൻ വേണ്ടി പോകുന്ന പട്ടണത്തിലേക്ക് പോകുന്ന വഴിയിൽ അവിടെ ഒരു ഒത്തുപള്ളിയുണ്ട്, അവിടെ ഒരു മദ്രസയുണ്ട്. ആ മദ്രസയിൽ മൊല്ലാക്കായുടെ അടുക്കൽ കൊണ്ടുപോയി ചേർത്താം എന്നുള്ള ഒരു ചിന്താഗതി അദ്ദേഹമിന് വരികയാണ്. പക്ഷെ പിന്നെയും അദ്ദേഹം ചിന്തിക്കുന്നു, എങ്ങനെയാണ് ഇപ്പോൾ കുട്ടിനെ രാവിലെ ജോലിക്ക് പോകുമ്പോൾ നേരത്തെ പോകേണ്ടി വന്ന്, സാധാരണ പോകുന്നതിനേക്കാളും നേരത്തെ പോയി കുട്ടിയെ മദ്രസയിൽ കൊണ്ടുപോയി ആക്കുക, തിരിച്ചു വരുമ്പോൾ വൈകുന്നേരം ആകും. അപ്പോൾ കുട്ടിയെ കൊണ്ടുവരുന്ന കാര്യത്തിലാണ് അദ്ദേഹമാകെ ബേജാറായത്. വൈകുന്നേരം വരെ കുട്ടി അവിടെ ഇരിക്കണ്ടേ. അപ്പോൾ ഏതായാലും നല്ല മൊല്ലാക്കയാണെങ്കിൽ കുഴപ്പമില്ല, നല്ല മൊല്ലാക്കാനോടൊന്ന് ചോദിച്ചു നോക്കാം എന്നുള്ള നിലക്ക് ഒരു ദിവസം മൊല്ലാക്കാനെ കണ്ട്, ഇങ്ങനെ എൻ്റെ ഒരു കുട്ടിനെ മദ്രസയിൽ ചേർത്താനായിട്ടുണ്ട്, രാവിലെ ഞാൻ വിറക് വെട്ടാൻ പോരുമ്പോൾ കുട്ടിനെ കൊണ്ടുവരാം, പക്ഷെ കൊണ്ടുപോകാൻ ഞാൻ വൈകുന്നേരമേ വരുള്ളൂ. അപ്പോൾ അതുവരെ മദ്രസ വിട്ടാൽ നിങ്ങളെ വീട്ടിലൊന്ന് കുട്ടിനെ നിൽക്കാൻ പറ്റിയെങ്കിൽ, കുട്ടിക്ക് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു എന്ന് മൊല്ലാക്കാനോട് പറഞ്ഞപ്പോൾ മൊല്ലാക്ക സമ്മതിച്ചു എന്ന് മാത്രമല്ല, മൊല്ലാക്ക ഇബ്രാഹിമെ കണ്ട് അദ്ദേഹമിനോടി താരം വിണ്ട്, ഇവനെന്നിൽ തന്നതിൽ അഭികാമ്യമെനിക്കുണ്ട് എന്ന് വിണ്ടവർ ഇബ്രാഹിമിനെ തഴുകിക്കൊണ്ട്. അത് പറഞ്ഞപ്പോൾ മൊല്ലാക്ക സമ്മതിച്ചു. അങ്ങനെ പിറ്റേ ദിവസം മുതൽ എങ്ങനെയായിരുന്നു ഒത്തുപള്ളിയിലേക്ക് കുട്ടിയെ കൊണ്ടുപോയിരുന്നത് എന്ന് കവി തന്നെ പറയലാണ് നല്ലത്. കാലത്ത് തൻ ജോലിക്ക് പോയിടുമ്പോൾ മോനെ അവിടെ കൊണ്ടാക്കിടുമ്പോൾ, വിറക് വിറ്റ് തിരിച്ചിടുന്ന സമയം കുട്ടിയണയും സാവിധം. അവർ പറഞ്ഞുറച്ചതുപോലെ തന്നെ രാവിലെ കാലത്ത് ജോലിക്ക് അദ്ദേഹം തൻ്റെ കൊടാലിയും എടുത്ത് കാട്ടിലേക്ക് പോകുമ്പോൾ അതാ കുട്ടിയെ പകുതി വഴിയിലുള്ള മദ്രസയിൽ കൊണ്ടുപോയി ആക്കും. അങ്ങനെ കാട്ടിലേക്ക് പോയി അദ്ദേഹം വിറകെല്ലാം ശേഖരിച്ച് വൈകുന്നേരം തിരിച്ചു വരുമ്പോഴായിരുന്നു കുട്ടിയെയും കൂട്ടി
സൗജത്തിൻ്റെ അടുക്കൽ, തൻ്റെ പ്രിയപ്പെട്ട പ്രിയതമയുടെ അടുക്കൽ, സഫിയയുടെ അടുക്കൽ എത്താറുള്ളത്. അങ്ങനെ തുടർന്നു എന്ന് മാത്രമല്ല, ഇത് വീതം പതിവാവർ തുടർന്നുവല്ലോ, സന്തോഷത്തോടെ കഴിഞ്ഞുവല്ലോ. പഠനത്തിൽ കുട്ടി സമർത്ഥനല്ലോ, ഉസ്താദിൻ ശിഷ്ട ശിഷ്യഗണമല്ലോ. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ മൊല്ലാക്കയും അതുപോലെ തന്നെ അദ്ഹമും പറഞ്ഞ പ്രകാരം കുട്ടിയെ രാവിലെ താൻ വേലയ്ക്ക് പോകുമ്പോൾ, കാട്ടിലേക്ക് വിറക് വെട്ടാൻ വേണ്ടി പോകുമ്പോൾ കുട്ടിയെ ഓത്തുപള്ളിയിലാക്കും. വൈകുന്നേരം മൊല്ലാക്കായുടെ വീട്ടിൽ ചെന്ന് കുട്ടിയെയും കൂട്ടി കാട്ടിലേക്ക് മടങ്ങും. ഇങ്ങനെയായിരുന്നു കുട്ടി ഓത്ത് പഠിച്ചിരുന്നത്. ഒരു ദിവസം ഒരു ദിനം രാജൻ തൻ്റെ സഹജനെ വിളിച്ചിട്ട് ഒരു കാര്യം ഒളിന്തിടലായി, ഇന്ന് ഇറങ്ങണം ഷോപ്പിങ്ങിന് നമുക്കെല്ലാം ഒരുമിച്ച്, അതിന് കാര്യം ചെയ്തിടുവാനായി. ക്ഷണം തന്നെ യാത്രക്കുള്ള ഒരുക്കങ്ങൾ കഴിച്ചല്ലോ, പ്രജകളൊത്തവർ നടന്നല്ലോ. ഒന്ന് രാജ്യങ്ങൾ ചുറ്റിക്കണ്ട് മനസ്സിൻ്റെ ഖേദം തീർക്കാൻ സ്ഥലം വേറെ അവർ നടന്നല്ലോ. അങ്ങനെ പതിവ് പോലെ രാവിലെ കുട്ടിയെ ഓത്തുപള്ളിയിൽ ചേർക്കും. വൈകുന്നേര സമയമാകുമ്പോൾ മൊല്ലാക്കായുടെ വീട്ടിൽ നിന്നും കൂട്ടി ബാപ്പ തിരിക്കും, അഥവാ അദ്ഹം റളിയല്ലാഹു അൻഹു കാട്ടിലേക്ക് തിരിക്കും. ഇങ്ങനെ പതിവായി ഒരു ദിവസം അദ്ഹം റളിയല്ലാഹു തആല അൻഹു തൻ്റെ പിഞ്ചോമനയെ, അതാ ഇബ്രാഹിം എന്ന് പേരിട്ട കുട്ടിയെ അതാ മദ്രസയിൽ കൊണ്ടുപോയി ആക്കിയെന്ന് മാത്രമല്ല, കുട്ടി മദ്രസയിൽ പഠിക്കട്ടെ. നിങ്ങളുടെ ശ്രദ്ധ ആ നാട്ടിലെ രാജാവായ ബാദ്ഷാ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ബാദ്ഷാ രാജാവ് തൻ്റെ പ്രിയപ്പെട്ട ഏക മകളായ സഫിയത്ത് ലോകത്തോട് വിട പറഞ്ഞതിലുള്ള പാമ്പ് കടിയേറ്റ് മരിച്ച് ലോകത്തോട് വിട പറഞ്ഞതിലുള്ള ആ ദുഃഖം ഒന്ന് വിട്ടുമാറിയപ്പോൾ അല്പസമയം തൻ്റെ പ്രജകളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതിന് വേണ്ടി ആ നാട് മുഴുവൻ ചുറ്റിക്കറങ്ങുകയാണ്, പ്രജകളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി. അങ്ങനെ അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു എന്ന് മാത്രമല്ല, ഒരു കുതിരപ്പുറത്ത് ബാദ്ഷാ രാജാവും സൈന്യവും ഇറങ്ങിത്തിരിച്ചു എന്ന് മാത്രമല്ല, അവർ എത്തിച്ചേർന്നത് എവിടെയെന്നറിയണ്ടേ? ഈ മൊല്ലാക്കായുടെ മദ്രസയുടെ തൊട്ടടുത്തായിരുന്നു. അവർ കുതിരക്കുളമ്പടിയുമായി അവർ എത്തിച്ചേർന്നത്. കുതിരപ്പുറത്ത് രാജാവ് എത്തിച്ചേർന്നപ്പോൾ മദ്രസയാണ്, അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കണ്ട, അവിടുന്ന് ശാന്തമായി പോകണം എന്ന് മനസ്സിലാക്കി രാജാവ് എന്ത് ചെയ്തു? അവിടെ ഒന്ന് ചവിട്ടി, തൻ്റെ കുതിരയെ ചവിട്ടിയപ്പോൾ അദ്ദേഹം കേട്ടതെന്തായിരുന്നു എന്നറിയണ്ടേ? ഓത്തിനീരടി കേൾക്കുന്നു, രാജൻ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു, തൻ്റെ മകളുടെ സൗത്തതെന്ന് ഉരത്ത് ഓട്ടം തുടങ്ങുന്നു. ശബ്ദം ഉയർന്നതിൽ അല്പം അകലവർ കോടകൾ കെട്ടി നടക്കലായി. അശ്വകുളമ്പടി കോട്ടലോത്തത് നിർത്തും എന്ന് ഭയന്നതായി. അങ്ങനെ രാജാവ് ചുറ്റിക്കറങ്ങി മൊല്ലാക്കായുടെ മദ്രസയുടെ അടുക്കലെത്തിയപ്പോൾ തൻ്റെ കുതിരയൊന്ന് അല്പമൊന്ന് സ്ലോവാക്കി എന്ന് മാത്രമല്ല, ഒരു നല്ല ഖുർആൻ പാരായണത്തിൻ്റെ മാധുര്യം, ഒരു ചെറിയ കുട്ടി നല്ല ഖുർആൻ പാരായണം ചെയ്യുന്ന ശബ്ദം, അതും മാത്രമല്ല എൻ്റെ മരണപ്പെട്ടു പോയ സഫിയയുടെ അതേ ശബ്ദം. എന്ത്? അദ്ദേഹം കോരിത്തിരിച്ചിരിക്കുകയാണ് രാജാവ്, ബാദ്ഷാ രാജാവ്. ഉടനെ തന്നെ ആ അശ്വകുളമ്പടി കേട്ടാൽ ഒരു പക്ഷേ ഖുർആനോത്ത് നിർത്തിപ്പോകും ഈ കുട്ടിയെന്ന് മനസ്സിലാക്കി കുതിരയെ മെല്ലെ അവിടെ സ്ലോവാക്കി അവിടെ നിർത്തിയെന്നതിന് ശേഷം മഹാനായ ബാദ്ഷാ രാജാവ് അതാ മെല്ലെ കുതിരപ്പുറത്തുനിന്നും ഇറങ്ങി മന്ദം മന്ദം മൊല്ലാക്ക പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അടുക്കലേക്ക്, മൊല്ലാക്കായുടെ അടുക്കിലേക്ക് വരികയാണ് എന്ന് മാത്രമല്ല, എന്താണ് സംഭവിച്ചത് അവിടെ? ഒരു പ്രത്യേക സംഭവം എന്തായിരുന്നു അത് ബഹുമാനപ്പെട്ട കവി തന്നെ പറയട്ടെ. ഇബ്രാഹിമിനെ പിടിച്ചാനെ രാജൻ ആർത്തിയിൽ മുത്തി മണത്താനേ, തന്നൂടെ മോളുടെ പൂമുഖം തന്നെ ചൊല്ലിക്കോരി അങ്ങ് എടുത്താനേ. അങ്ങനെ
മദ്രസയുടെ ഉള്ളിലേക്ക് ഓടിക്കയറിയ രാജാവ്, മുല്ലാക്കയാണെങ്കിൽ രാജാവിനെ പരിചയമുണ്ട്, ഈ നാട് ഭരിക്കുന്ന രാജാവാണെന്നറിയാം, അതുകൊണ്ട് തന്നെ പ്രത്യേക തടസ്സങ്ങളൊന്നും നേരിടേണ്ട ആവശ്യമില്ലല്ലോ. മുല്ലാക്ക അതാ മദ്രസയിലേക്ക് ഓടിക്കയറി വന്നുകൊണ്ട് രാജാവ് ആ കുട്ടിയെ തുരുതുര ഉമ്മ വെക്കുകയാണ്. എന്തായിരിക്കും സംഭവം? മുല്ലാക്കയും അത്ഭുതപ്പെട്ടു. ഖുർആൻ കേട്ടത് കാരണമായിരിക്കാം, കുട്ടി ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ എന്ന് മുല്ലാക്ക മനസ്സിലാക്കി. ഏതായാലും മുല്ലാക്കയോട് അതാ രാജാവ് ചോദിക്കുകയാണ്. അനന്തരം മുല്ലാക്കയിലവർ ചോദിച്ച്, ഈ കുട്ടിയുടെ ഉപ്പ ആരെന്ന്? അദ്ഹം എന്ന ഒരുത്തനാണെന്ന് ക്ഷണം തന്നെ അവര് ഊരക്കും നീ. ആരാണ് ഈ കുട്ടിയുടെ വാപ്പ? വളരെ കൗതുകത്തോടുകൂടെ അദ്ഹമിനോട് രാജാവ് ചോദിച്ചപ്പോൾ, ഇങ്ങനെ കാട്ടിൽ വിറക് വെട്ടിയായ ഒരു മനുഷ്യൻ, അദ്ഹം എന്നു പേരായ ഒരു വ്യക്തിയുടെ കുട്ടിയാണിത്. ഈ കുട്ടിയെ എന്നും അദ്ദേഹം രാവിലെ ജോലിക്ക് വരുമ്പോൾ ഇവിടെ കൊണ്ടുപോയി ആക്കലാണ്. വൈകുന്നേരമേ ഇനി തിരിച്ചു കൊണ്ടുപോകൂ. ഉടനെ തന്നെ മുല്ലാക്കയോട് പറഞ്ഞു, ഈ കുട്ടിയെ ഞാൻ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ കുട്ടിയുടെ ഉപ്പ വന്നാൽ കൊട്ടാരത്തിലേക്ക് വരാൻ പറഞ്ഞാൽ മതി. പിറകെ രാജന് ഉരത്താനെ, അവനിൽ കൊട്ടാരത്തിലേക്ക് ചൊല്ലാനേ. ഉത്തരമോദിട്ട് ഇബ്രാഹിമുമായിട്ട് കോടയിൽ കയറി പറന്നായേ. മുല്ലാക്കാകെ പേടിച്ച് കുറച്ചു. പടച്ചോനെ, ആരുടെ കുട്ടിനെ കൊണ്ടുപോകണത്? കോടാനിക്കാക്കാണ് കുട്ടിനെ. വൈകുന്നേരം മുമ്പര് പൊളിക്കാൻ വേണ്ടി വരുമ്പോൾ കാണാനില്ല എന്ന് പറഞ്ഞാൽ എന്താ കാലാവസ്ഥ? ഏതായാലും രാജാവാണ് കൊണ്ടുപോയത് എന്നുള്ള ആ മനസ്സമാധാനത്തിൽ മുല്ലാക്ക കഴിഞ്ഞു കൂട്ടുകയാണ്. രാജാവ് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ എന്നെയും കൂട്ടി, അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്നുള്ള ആ ധൈര്യത്തിൽ മുല്ലാക്ക കഴിച്ചു കൂട്ടുകയാണ്. വൈകുന്നേര സമയം അദ്ദേഹം കോടാലിയും കയ്യിൽ പിടിച്ചുകൊണ്ട് വന്നാൽ എന്ത് സംഭവിക്കുമെന്നറിയില്ല. സുബ്ഹാനല്ലാഹ്. ഏതായാലും അവരവിടെ കഴിയട്ടെ. ഇതാ കുട്ടിയുമായി ബാദ്ഷാ രാജാവ് തൻ്റെ കൊട്ടാരത്തിലെത്തിയിരിക്കുകയാണ്. ത്തിനെതിരായി രാജൻ വാരുന്നത് കണ്ട് രാജ്ഞിയുടനെ കൊട്ടാരത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങിച്ചുണ്ട്. എന്താണ് എന്നും പ്രജകളുടെ കാര്യം അന്വേഷിക്കാൻ പോയാൽ ഒരു വൈകുന്നേരമാകുമ്പോഴേ തിരിച്ചു വരാറുള്ളൂ. ഇന്നെന്താണ് ഇത്ര പെട്ടെന്ന് തിരിച്ചെത്തിയിരിക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവനെന്ന് ഓർത്തുകൊണ്ട് രാജ്ഞിയത കൊട്ടാരത്തിൻ്റെ മുമ്പിലേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ കാഴ്ച എന്തായിരുന്നു കണ്ടത്? ചെണ്ടവർ നോക്കുന്ന നേരമാജബിൽ പെട്ട് പ്രിയനുടെ കോട തന്നിലൊരു കൂട്ടി തൻ്റെ ദൃഷ്ടിയിൽ പെട്ട് തന്നെ പൊന്മകൾ സഫിയത്തിൻ്റെ മുഖവും തന്നെ ഇതെന്ന് ചൊല്ലുന്നു ആർത്തിയിൽ കോരിയെടുത്തു വേഗം. രാജാവ് ചൊല്ലുന്നത് കണ്ട് രാജാവിൻ്റെ പ്രിയതമ ഓടി വന്നുകൊണ്ട് നോക്കുന്ന സമയം രാജാവിൻ്റെ കുതിരപ്പുറത്ത് അതാ ഒരു കുട്ടി, കാണാൻ ചന്തമുള്ള ഒരാൺകുട്ടി മാത്രമല്ല, കുട്ടിയെന്ന് മാത്രമല്ല, തൻ്റെ പ്രിയപ്പെട്ട മരണപ്പെട്ടു പോയ സഫിയായുടെ അതേ കോലവും ചേലവും ചുയലുമുള്ള മുഖവുമുള്ള, കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ സഫിയയാണെന്ന് തോന്നിപ്പോകുന്ന മുഖമുള്ളൊരു കുട്ടി. അതാണ് അവരെ അത്ഭുതപ്പെടുത്തിയത്. ഏതായാലും കോരിയെടുത്തുകൊണ്ട് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി എന്ന് മാത്രമല്ല, ഏറെ കാലത്തിനു ശേഷം സന്തോഷത്താരാവുദീച്ച് സന്തോഷ സമുദ്രമിൽ ഒക്കെയും മുങ്ങി കുളിച്ച് കൂട്ടത്തോടെ ഇരുന്നവർ താമതും പൂജിച്ചുവല്ലോ. കണ്ടവരെ കൊല്ലും പല കൗലുകൾ പറഞ്ഞുവല്ലോ. കുട്ടി ഇവിടമിൽ പെട്ടും അവിടമിൽ കഴിഞ്ഞിടുന്ന് അന്ന് നിങ്ങളെ ശ്രദ്ധയെ അദ്ഹം തന്നിലേക്ക് ക്ഷണിച്ചിടുന്നേ. അങ്ങനെ ബാദ്ഷാ രാജാവിൻ്റെ കൊട്ടാരത്തിൽ
മൊല്ലാക്കയുടെ ക്ലാസ്മേറ്റായ കുട്ടി കഴിഞ്ഞുകൂടുകയാണ്. മൊല്ലാക്കയാണെങ്കിൽ വൈകുന്നേരമാകാൻ കാത്തിരിക്കുന്നു. ഒരു പക്ഷേ ഇന്ന് എൻ്റെ തല പോകാൻ സാധ്യതയുണ്ട്. മൊല്ലാക്ക കുട്ടിയെ അന്വേഷിച്ചുകൊണ്ട് കോടാലിക്കാക്ക എത്തുമ്പോൾ, അദ്ദേഹം റളിയല്ലാഹു അൻഹു എത്തുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? മൊല്ലാക്കാകെ പേടിച്ച് വിറച്ചുകൊണ്ട് തൻ്റെ വീട്ടിൽ കഴിഞ്ഞുകൂടുകയാണ്. ഇന്ന് കുട്ടിയെ അന്വേഷിച്ചുകൊണ്ട് കുട്ടിയെ കൊണ്ടുപോകാൻ വരുമ്പോൾ കുട്ടിയില്ലാത്തൊരവസ്ഥയാണല്ലോ. എന്ത് സംഭവിക്കുമെന്നറിയാതെ മൊല്ലാക്കയാകെ പേടിച്ചുകൊണ്ട് തൻ്റെ വീട്ടിൽ കഴിഞ്ഞുകൂടുകയാണ്. സാധാരണ ഇതുപോലെ അദ്ദേഹം അടുക്കുന്നു പാഠശാല, അത് കൊള്ളെ അണഞ്ഞിടുന്നു. മോനെ വിളിച്ചിട്ട് പ്രതീക്ഷിച്ച് അവർ നിൽക്കുന്നു. പക്ഷേ മോൻ അണഞ്ഞില്ല, കഥ എന്തെന്നറിയില്ല. പതിവിന്നെ വിപരീതമാണ് എല്ലാം. അപ്പോൾ അദ്ദേഹം അവിടേക്ക് അണഞ്ഞിടുന്നു. സാധാരണ മദ്രസയുടെ തൊട്ടടുത്തുള്ള മൊല്ലാക്കായുടെ വീടിൻ്റെ മുമ്പിലേക്ക് എത്തേണ്ട താമസം. അവിടുന്ന് കുട്ടിയുടെ പേര് നീട്ടി വിളിച്ചാൽ കുട്ടി വാപ്പയായ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക്, കോടാലിക്കാക്കായുടെ അടുക്കലേക്ക് ഓടി വരുമായിരുന്നു. അന്ന് കുട്ടിയുടെ ശബ്ദമില്ല, കുട്ടിയുടെ വിളിയില്ല, ഒന്നുമില്ല. കോടാലിക്കാക്ക പതിവ് പോലെ വൈകുന്നേരം 5 മണി സമയത്ത് മൊല്ലാക്കായുടെ വീടിൻ്റെ മുമ്പിൽ വന്ന് നിന്നപ്പോൾ ഒരു വെട്ടും പിടിയും കിട്ടുന്നില്ല. മൊല്ലാക്കയെയും കാണുന്നില്ല, കുട്ടിയുടെ ശബ്ദവും കേൾക്കുന്നില്ല. എന്ത് സംഭവിച്ചു? പെട്ടെന്നതാ മൊല്ലാക്ക അവിടേക്ക് ഓടി വരികയാണ് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക്. എന്നിട്ട് ആശങ്കയാലെ വിരുത്തിയ അദ്ദേഹം മോന് എവിടെന്ന് കയ്യിൽ മിന്നിത്തിളങ്ങും മഴുവൊന്ന് കണ്ട് മൊല്ലാക്ക വിറക്കുന്നേ. കാര്യം പറയുവാൻ വാക്ക് ലഭിക്കാതെ ആകെ കുഴഞ്ഞല്ലോ. അപ്പോൾ കോപം നിറഞ്ഞുള്ള വാക്കാൽ അദ്ദേഹം ഗർജിച്ചിടുന്നല്ലോ. ഏറെ പണി വെട്ട് മൊല്ലാക്ക വിക്കി കാര്യം മുരക്കുന്നു. അദ്ദേഹം എന്നോട് ദുർവിധി എന്ന് പറഞ്ഞ് അവിടുന്ന് ഓടുന്നു. അതെ, മൊല്ലാക്ക വിറച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അദ്ദേഹം റളിയല്ലാഹു തആലയുടെ അടുക്കലേക്ക് വന്നു. എവിടെയാണ് മോൻ കയ്യിലില്ലല്ലോ. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന കോടാലി കണ്ട്, മിന്നിത്തിളങ്ങുന്ന കോടാലി കൊണ്ട് മൊല്ലാക്ക വിറക്കുകയാണ്. വിങ്ങി കാര്യം മൊല്ലാക്ക മെല്ലെ പറഞ്ഞൊപ്പിച്ചു. ഈ നാട്ടിലെ ബാദ്ഷാ രാജാവ് ഈ നാട് സന്ദർശിക്കാൻ വേണ്ടി, പ്രജകളുടെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി രാവിലെ ഇതുവഴി വന്നപ്പോൾ കുട്ടിയുടെ ഖുർആൻ പാരായണം കേട്ട് ഇഷ്ടപ്പെട്ട് കാണും. അതുകൊണ്ടായിരിക്കും രാജാവ് കുട്ടിയെ കൂട്ടി കൊട്ടാരത്തിലേക്ക് പോയിരിക്കുന്നു. അതുകൊണ്ട് കൊട്ടാരത്തിലേക്ക് ചെല്ലാൻ വേണ്ടിയാണ് നിങ്ങളെയും കൂട്ടി, കുട്ടിയുടെ വാപ്പ വന്നാൽ നിങ്ങളെയും കൂട്ടി കൊട്ടാരത്തിലേക്ക് ചെല്ലാനാണ് രാജാവ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ പിതാവിനെ കനിന്തുള്ള ക്ഷണം തന്നിൽ ഇബ്രാഹിം പിടച്ചങ്ങ് അണഞ്ഞല്ലോ. എന്നെ ബാപ്പയിൽ വേഗം മണച്ചാർത്തിയിലെ ചുംബനം പകർന്ന് ചുണ്ടിൽ. മൊല്ലാക്കായുടെ കൂടെ കുട്ടിയെ രാജാവ് കൊണ്ടുപോയത് തന്നെയാണോ അതോ മൊല്ലാക്ക അപകടപ്പെടുത്തിയോ? എന്താണ് സംഭവിച്ചത്? ഏതായാലും മൊല്ലാക്കായുടെ ആ വിശ്വസനീയമായ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് തന്നെ മൊല്ലാക്കയുടെ കൂടെ അതാ കൊട്ടാരത്തിലേക്ക് ഓടുകയാണ്. കൊട്ടാരത്തിലേക്ക് ഓടിയപ്പോൾ ശരി തന്നെയാണ്, രാജാവ് കൊണ്ടുപോകുന്നതാണ് തൻ്റെ പൊന്നോമന മകനെ ഇബ്രാഹിം എന്ന കുട്ടിയെ രാജാവ് കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ രാജാവിനെ അദ്ദേഹത്തിനെ കണ്ട ഉടനെ തന്നെ കൊട്ടാരത്തിൽ നിന്നും അതാ കുട്ടി ആർത്തിയോടുകൂടെ തൻ്റെ പിതാവായ അദ്ദേഹത്തിനെ കണ്ട സന്തോഷത്തിൽ ഊട്ടിയെടുക്കുകയാണ്. അദ്ദേഹമിൻ മുഖം കണ്ട്
ഭൂപതി സ്മരിക്കുന്നേ മുൻകാലത്തിലെ ചിന്ത മതിച്ചിടുന്നേ ഉടൻ അത് ഹെമിനെ അരികിലേക്ക് വിളിച്ചിടുന്നേ. അങ്ങനെ കുട്ടിയെ കൊണ്ടുപോകാൻ വേണ്ടി വന്ന അദ്ഹമിൻ്റെ മുഖത്തേക്ക് രാജാവ് മാറി മാറി നോക്കുകയാണ്. എന്ത്? അന്ന് എൻ്റെ സഫിയയെ കെട്ടാൻ വേണ്ടി കാര്യങ്ങളെല്ലാം പ്രജകളെല്ലാം അവരുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ അവസാനം ആ ഗ്രൗണ്ടിൻ്റെ ലാസ്റ്റ് ഭാഗത്തൊരു മനുഷ്യൻ ഒന്നും ചോദിക്കാതെയും പറയാതെയും നിന്നിരുന്ന ആ മനുഷ്യൻ്റെ മുഖമാണല്ലോ, അതാണല്ലോ ഇദ്ദേഹം എന്ന് രാജാവ് ചിന്തിക്കുകയാണ്. അങ്ങനെ രാജാവതാ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് ചോദിക്കുകയാണ് കാര്യങ്ങൾ. മുൻകാലത്തിലെ ചിന്ത മതിച്ചിടുന്നു. അന്ന് തൻ്റെ പ്രജകളുടെ കാര്യങ്ങളെല്ലാം ക്ഷേമാന്വേഷണങ്ങളെല്ലാം അന്വേഷിക്കുന്ന ആ ദിവസത്തിൽ ഈ മനുഷ്യനെ ഞാൻ കണ്ടിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ ആവശ്യം എൻ്റെ പ്രിയപ്പെട്ട സഫിയെ വിവാഹം ചെയ്യലായിരുന്നല്ലോ. ഞാൻ മുത്ത് ആവശ്യപ്പെട്ടിരുന്നല്ലോ. ഇത്ര മുത്ത് താരുമെങ്കിൽ പുത്രി സഫിയാനെ എപ്പോ വേണമെങ്കിലും വെളി കഴിക്കാം ഞാനേ എന്ന് ഇദ്ദേഹത്തിനോടായിരുന്നല്ലോ ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ അത് അള്ളാഹുവിൻ്റെ റബ്ബിൻ്റെ അലംഘനീയമായ വിധി അത് മറ്റൊന്നായിരുന്നു. ചിലപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഈ രംഗം, ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് രാജാവ് അറിയാതെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് മാറി മാറി നോക്കുകയാണ്. എന്നിട്ട് രാജാവ് അവസാനം ആ അദ്ഹമിനോടൊരു സംഭവം, ഒരു കാര്യം ചോദിക്കുകയാണ്. എന്തായിരുന്നു കാര്യമെന്ന് കവി തന്നെ പറയട്ടെ. സഫിയത്ത് എന്നാണ് തൻ്റെ സൗജത്തിൻ നാമമെന്ന് ജവാബോധം നീ തൻ സത്വരം തന്നെ കളിയാക്കുന്നോതി രാജാവ് ഇതും. സഫിയത്ത് തന്നൂടെ മോളായിരുന്നല്ലോ, അവള് മരിച്ചിട്ട് കാലം കഴിഞ്ഞല്ലോ. ഇപ്പോ നീ എന്നെ കളിയാക്കിയിടുന്നല്ലോ. സത്യം പറഞ്ഞാൽ നീ നാശം ഭവിക്കില്ല, ഇല്ലെങ്കിൽ നാശം വരും നിന്നിൽ. ആ സമയം രാജാവ് ചോദിച്ചത് മറ്റൊന്നുമായിരുന്നില്ല. ഈ കുട്ടിയുടെ മുഖം കാണുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഫിയായുടെ മുഖമാണ്, എൻ്റെ പൊന്നുമോളുടെ മുഖമാണ്. രാജാവ് ചോദിച്ചു, നിങ്ങളുടെ ഭാര്യ ആരാണ്? ആ സമയം അവിടുന്ന് രാജാവിനോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ പ്രിയപ്പെട്ട മോൾ സഫിയയാണ് എൻ്റെ ഭാര്യ. എന്താണ് നീ പറയുന്നത്? മര്യാദക്ക് നല്ലത് പറയുകയാണ് നല്ലത്. നീ എന്നെ കളിയാക്കുകയാണോ? നീ അല്ല, ഒരിക്കലും നിങ്ങളെ കളിയാക്കുകയില്ല. നിങ്ങളുടെ പ്രിയപ്പെട്ട മകൾ, ഏക മകൾ സഫിയയാണ് എൻ്റെ ഭാര്യ. എന്ത്? അവൾ മരിച്ചിട്ട് കാലങ്ങൾ കഴിഞ്ഞല്ലോ. എന്നെ നീ കളിയാക്കുകയാണോ? സത്യം പറയൂ. സത്യം പറഞ്ഞാൽ നിനക്ക് രക്ഷയുണ്ട്, അല്ലെങ്കിൽ നിൻ്റെ പൊടി പോലും കാണുകയില്ല എന്ന് ബാദ്ഷാ രാജാവ് അദ്ദേഹമിനോട് പറഞ്ഞപ്പോൾ കഥ കേട്ട് സന്തോഷം കൊള്ളുന്നേ അവരൊക്കെയും യാത്രക്കൊരുങ്ങുന്നേ. ആശക്കനീ മോളെ കാണാൻ ഒന്ന് മതി മറന്നുല്ലാസം കൊള്ളാൻ. അപ്പോൾ ശരിയാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഏക മകളായ സഫിയത്തിനെ പാമ്പ് കടിച്ച് അന്ന് മറവ് ചെയ്തപ്പോൾ ആ കർമ്മത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു. അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നല്ല. നിങ്ങളുടെ മകളെ എനിക്ക് സ്വന്തമാക്കാനായിരുന്നല്ലോ എൻ്റെ ആഗ്രഹം. അങ്ങനെ നട്ടപ്പാതിരാ സമയം ഞാൻ അവരുടെ ഖബർ പൊളിച്ചുകൊണ്ട് അവരെ എടുത്തു നോക്കിയപ്പോൾ അവിടെ ഒരു പണ്ഡിതനും അതുപോലെ തന്നെ ശാസ്ത്രകാരനും അതുപോലെ തന്നെ ഒരു വൈദ്യരും അതുവഴി വന്നപ്പോൾ ഞാൻ അവളെ ഖബറുമാന്തി പുറത്തെടുക്കുന്ന രംഗമായിരുന്നു അവർ കണ്ടത്. അങ്ങനെ അവർ എന്തോ ഒരു ഔഷധം ആ പെണ്ണിനെ നൽകുകയും നിങ്ങളുടെ മകളായ സഫിയത്തിന് നൽകിയപ്പോൾ ജീവൻ തിരിച്ചു കിട്ടുകയും അങ്ങനെ അവർ എനിക്ക് വിവാഹം ചെയ്തു തന്നു. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പണ്ഡിതൻ എനിക്ക് വിവാഹം ചെയ്തു തന്നു എന്ന് കഥ രാജാവിനോട് വിവരിക്കുകയും അങ്ങനെ ഞങ്ങൾ എൻ്റെ ചെറ്റക്കുടിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നിങ്ങളുടെ ഏകമകളായ സഫിയ ജീവിച്ചിരിക്കുന്നു. ഇതിങ്ങോട്ട് കേൾക്കേണ്ട താമസം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയ ബാദ്ഷാ രാജാവ്, എന്നാൽ നമുക്ക് മകളെ കാണാൻ
കാണാൻ കാട്ടിലേക്ക് പുറപ്പെടണം, ആ ചെറ്റക്കുടിയിലേക്ക് പുറപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. ആ അദ്ഹം റളിയല്ലാഹു തആലാനുവിൻ്റെ അമ്മൂസനായ ബാദ്ഷാ രാജാവും അമ്മായിമ്മയും എല്ലാവരും സ്വന്തം മകൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ അതാ മകളെ കാണാൻ വേണ്ടി ആവേശത്തോടുകൂടെ ആ കൊട്ടാരത്തിൽ നിന്നും കാടുകൊള്ളെ ആ ചെറ്റക്കുടിലിലേക്ക് പുറപ്പെട്ടു എന്ന് മാത്രമല്ല, അങ്ങനെ അദ്ഹമും അതുപോലെ തന്നെ ബാദ്ഷാ രാജാവും അവരുടെ ഭാര്യയും എല്ലാവരും കുട്ടിയുമൊത്ത് അതാ കാട്ടിൻ്റെ ചെറ്റക്കുടിലിൻ്റെ ഒരു 100 മീറ്റർ അടുത്തെത്തിയപ്പോൾ അദ്ഹം പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ അങ്ങോട്ട് ഇപ്പോൾ വരാൻ പാടില്ല. ഞാൻ ആദ്യമായി ഈ കുട്ടിയുമായി അങ്ങോട്ട് എത്തട്ടെ. ഒരുപക്ഷെ നിങ്ങളെ കണ്ടാൽ അവൾ ബേജാറായി മനം പൊട്ടി ഒരുപക്ഷെ മരണപ്പെട്ടു പോകും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ കാണുന്നതിന് മുമ്പ് കാര്യങ്ങളെല്ലാം ഞാൻ ചെന്ന് ആദ്യം അവളെ പറഞ്ഞു ധരിപ്പിക്കട്ടെ, അതിന് ശേഷം നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 100 മീറ്റർ അകലെ അതാ ഉമ്മയെയും വാപ്പയെയും നിർത്തി, രാജാവിനെയും നിർത്തിക്കൊണ്ട് അദ്ഹം റളിയല്ലാഹു തആല അൻഹു അതാ തൻ്റെ പൊന്നുമോനായ കുട്ടിയെയും കൂട്ടി ആ ചെറ്റക്കുടിലേക്ക് ചെല്ലുകയാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം ഉടൻ തന്നെ ചെന്നാനേ നിങ്ങൾ എൻ പിന്നിലായി വരുവാനേ, അനർത്ഥം അല്ലെങ്കിൽ ഭാവിക്കുമേ അവർ നമ്മെ കണ്ടുള്ളം പൊട്ടുമേ. അതുകൊണ്ട് നിങ്ങളിവിടെ നിൽക്കൂ, ഞാൻ ആദ്യം പോയി ഭാര്യയോട് കാര്യങ്ങളെല്ലാം വളരെ രസകരമായി വിവരിക്കട്ടെ എന്ന് പറഞ്ഞ് അതാ ആ ചെറ്റക്കുടിലിലേക്ക് അദ്ഹം കയറി ചെന്ന് തൻ്റെ പ്രിയപ്പെട്ട വാപ്പയെയും അതുപോലെ തന്നെ ഉമ്മയെയും നീ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട കാര്യം, ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ ധരിപ്പിച്ചിരിക്കുന്നു എന്ന സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടായതെല്ലാം ഭാര്യയോട് പറയുകയാണ്. എന്ന് മാത്രമല്ല, അതാ രാജാവും അതുപോലെ തന്നെ അവിടുത്തെ ഭാര്യയും ആ മകളെ കാണാൻ വേണ്ടിയുള്ള ആവേശത്തിൽ 100 മീറ്റർ അകലെ ആ ചെറ്റക്കൂരയുടെ 100 മീറ്റർ അകലെ നിൽക്കുന്നു. എന്ത് സംഭവിക്കുമെന്നറിയണ്ടേ അടുത്ത എപ്പിസോഡിൽ.